സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു. ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതമായതോടെയാണ് റേഷൻ വിതരണം മുടങ്ങിയത്. സെർവർ തകരാറാണ് ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതമാകാൻ കാരണം. മേഘ മാധവൻ ചേരുന്നു. മേഘ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോൾ മുതലാണ് ഈ തകരാറ് കണ്ടു തുടങ്ങിയത്? വിശദാംശങ്ങൾ. ഷമ്മി, ഇന്നത്തെ ദിവസം റേഷൻ വിതരണം നടന്നിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലാണ് ഉള്ളത്. ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതമായതാണ് ഈ റേഷൻ വിതരണം താറുമാറാവാൻ കാരണം എന്നതാണ് റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ സർവീസ് തകരാറാണ് ഇത്തരത്തിൽ ഈ അവസ്ഥയിലേക്ക് നയിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് സെർവർ പൂർണ്ണമായും തകരാറിലായി എന്നതാണ് റേഷൻ വ്യാപാരികൾ പരാതിപ്പെടുന്നത്. പക്ഷേ സെർവർ കേരളത്തിന് പുറത്താണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് നിലവിൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്നതും റേഷൻ വ്യാപാരികൾ പറയുന്നു. സംസ്ഥാന IT സെല്ലിൽ നിന്നും പ്രതികരണമില്ല എന്നൊരു പരാതി കൂടി വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ആളുകൾ പല കടകളിലും ആളുകൾ രാവിലെ മുതൽ തന്നെ ക്യൂ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കാരണം ആളുകൾ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഉച്ചയോടെ ഒരുവിധം, അതായത് കോഴിക്കോട് നഗരത്തിലെ ഒരുവിധം റേഷൻ കടകളൊക്കെ തന്നെയും പൂട്ടിയ നിലയിലാണ് ഉള്ളത്. ഇത് എപ്പോൾ പരിഹാരം ഉണ്ടാകും എന്ന തരത്തിൽ പോലും ആളുകൾക്ക്, അതായത് ഈ വ്യാപാരികൾക്ക് ഒരു വിവരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് വലിയ ആശങ്കയാണ് ഈ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതമായത് എന്ന് ഈ വ്യാപാരികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം സെർവറുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഈ വ്യാപാരികളുടെ പക്കലില്ല. ഈ അധികാരികളാണെങ്കിൽ, സംസ്ഥാന സർക്കാർ ആണെങ്കിൽ പൂർണ്ണമായും മുഖം തിരിച്ച സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കാരണം IT സെല്ലിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല. മന്ത്രിയെ നേരിട്ട് പരാതി അറിയിച്ചിട്ടുണ്ട് ഈ വ്യാപാരികൾ. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലും എപ്പോഴാണ് ഇത് പൂർണ്ണസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും സംസ്ഥാന സർക്കാരും നൽകുന്നില്ല. ഏതായാലും കേരളത്തിന് പുറത്താണ് എന്ന് തീർച്ചയായും സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു എന്നുള്ള വാർത്തയാണ് മേഘ നൽകുന്നത്.